അൽ വഹദത്തു സാദിസ ഉഹുവത്തുൻ ബിലാ ഹുദൂദിൻ, പരിധികളില്ലാത്ത സഹോദര്യം. ഇതിലെ ഒന്നാമത്തെ പാഠം മെഡലിയത്തു സ്വദാക്ക, സൗഹൃദത്തിന്റെ മെഡൽ എന്നൊരു പാഠമാണ്, ഒരു കഥയാണ്. സൗഹൃദത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം. മെഡലിയത്തു സ്വദാക്ക, സൗഹൃദത്തിന്റെ മെഡൽ. എന്താണ് ഈ കഥ എന്ന് നോക്കാം. റജ റിയാലിയു ലിറ്റാലിയു, ജൻമാർക്കോ തമ്പേരി, ഇറ്റാലിയൻ കളിക്കാരനായ സ്പോർട്സ്മാനായ ജൻമാർക്കോ തമ്പേരി മടങ്ങി, റജ മടങ്ങി, ഇലാ ഗുർഫത്തിഹി, തൻ്റെ റൂമിലേക്ക്, ഹസീനൻ, ദുഃഖിതനായിക്കൊണ്ട്. ലം യസ്തതി, അദ്ദേഹത്തിന് സാധിച്ചില്ല, അൻ യർതഫിഅ, ഉയരാൻ, ഇലാ മുസ്തവാഹു സാബിഖി, തൻ്റെ മുൻ ലെവലിലേക്ക്, ഫിൽ വസ്ബിൽ അലി, ഹൈജമ്പിൽ. ഇദ്ദേഹം ഒരു ഹൈജമ്പ് സ്പോർട്സ്മാനാണ്. ഹൈജമ്പിലാണ് ഇദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ. ഹൈജമ്പിൽ മുൻപ് താൻ ചാടിയ അത്രയും ഉയരത്തിൽ ഈ തവണ ചാടാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ദുഃഖത്തിലാണ് ഇദ്ദേഹം റൂമിലേക്ക് മടങ്ങിയത്. ലഖദ് തഅറള ലി ഇസാബത്തിൻ ഫി റിജ്ലിഹി, അദ്ദേഹത്തിൻ്റെ കാലിൽ പരിക്ക് പറ്റിയിരുന്നു. തഅറള ലി ഇസാബത്തിൻ മീൻസ് പരിക്ക് പറ്റി. ഇഖ്തലത് അമലിയത്തൻ ജിറാഹിയത്തൻ, അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. വസ്തിറാഹത്തൻ തൊവീലത്തൻ, ദീർഘമായ വിശ്രമവും കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞു, ദീർഘകാലം വിശ്രമിച്ചതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും കളിക്കാൻ വന്നത്. പക്ഷേ അദ്ദേഹത്തിന് മുൻപ് ചാടിയ അത്രയും ഉയരത്തിൽ ചാടാൻ ഈ പ്രാവശ്യം കഴിഞ്ഞില്ല. അങ്ങനെ ദുഃഖത്തോടെ റൂമിലേക്ക് പോയി. അപ്പോൾ അസ്ര ഇലൈഹി, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വേഗം പോയി. ആര്? മുഅത്തസ് ഈസ ബർഷിം അൽ ഖത്തരിയു, ഖത്തറുകാരനായ, ഖത്തർ സ്പോർട്സ്മാനായ മുഅത്തസ് ഈസ ബർഷിം എന്നയാള് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി. ആരാണ് അദ്ദേഹം? സ്വദീഖുഹു അൽ ഹബീബ്, പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ജന്മാർ ആരുടെയാണ്? തമ്പേരിയുടെ പ്രിയ കൂട്ടുകാരനായ ഈ ഖത്തരി കളിക്കാരൻ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി. കൂട്ടുകാരൻ മാത്രമല്ല, വ മുനാഫിസുഹു, അദ്ദേഹത്തിൻ്റെ സ്പോർട്സിലുള്ള എതിരാളി കൂടെയാണ്. അൽ ഖവിയു, ശക്തനായ സ്പോർട്സിലെ എതിരാളി കൂടെയാണ്. ആര്? ഈ ഖത്തറുകാരനായ ബർഷിം. അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ തുറക്കൽ ബാബ, വാതിൽ മുട്ടി, മുനാദിയൻ, വിളിച്ചുകൊണ്ട്. ജാംബു ജാംബു, ജാംബു എന്നാണ് വിളിക്കുന്നത്. അത്രയും സൗഹൃദമാണ് അവർ തമ്മിൽ. അതുകൊണ്ടാണ് അങ്ങനെ പോയി വിളിച്ചത്. ലാക്കിൻ ലം യഫ്തഹിൽ ബാബ, എന്നാൽ അയാൾ വാതിൽ തുറന്നില്ല. വക്കാല, എന്നിട്ട് പറഞ്ഞു, ലാ ഉരീദു ലിഖാ അഹദിൻ, എനിക്കാരെയും കാണണ്ട. ലാ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ലിഖാ, കാണാൻ, അഹദിൻ, ഒരാളെയും കാണാൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വാതിൽ തുറക്കില്ല എന്ന് പറഞ്ഞു. ഖല്ലിനി അസ്തരിഹ്, ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ഖല്ലിനി അസ്തരിഹ്, ഞാൻ വിശ്രമിക്കട്ടെ. ഇദ്ദേഹത്തിന് ആരെയും കാണാൻ താല്പര്യമില്ല. ലാക്കിൻ, പക്ഷേ, ലം യർജി ബർഷിം മടങ്ങിപ്പോയില്ല. വമാസാല യുനാദിഹി, അദ്ദേഹം അയാളെ വിളിച്ചുകൊണ്ടേയിരുന്നു. മാസാല യുനാദിഹി, വിളിച്ചുകൊണ്ടിരുന്നു. ഹത്ത ഫതഹൽ ബാബ, വാതിൽ തുറക്കുന്നത് വരെ. അങ്ങനെ വാതിൽ തുറന്നു. ഖദിമ ബർഷിം ഇലാ തമ്പേരി, ബർഷിം തമ്പേരിയുടെ അടുക്കലേക്ക് പോയി, റൂമിലേക്ക് കയറി. വലമ്മഹു ഇലാ സുദ്രിഹി, എന്നിട്ട് അവനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ലമ്മ, ചേർത്തു, മീൻസ് ആലിംഗനം ചെയ്തു. ബക്കാ തമ്പേരി ബുക്കാൻ ശദീദൻ, അപ്പോൾ തമ്പേരി വല്ലാതെ കരഞ്ഞു. തൻ്റെ സുഹൃത്ത് കളിക്കളത്തിൽ എതിരാളിയുമാണ്. എന്നിട്ടാണ് തൻ്റെ അടുക്കലേക്ക് വന്ന് തന്നെ ആലിംഗനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് സന്തോഷം കൊണ്ടും മറ്റും കരഞ്ഞുപോയി. ഹാവല ബർഷിം ശ്രമിച്ചു. തൊംഅനത്ത സ്വദീഖിഹി, തൻ്റെ കൂട്ടുകാരനെ ആശ്വസിപ്പിക്കാൻ. തൊമ്മനത്ത്, ആശ്വസിപ്പിക്കൽ. വക്കാല, അങ്ങനെ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം, ബർഷിം തമ്പേരിയോട് പറഞ്ഞു, ലാ ദാഇയ ലിൽ യഅസി, നീ നിരാശപ്പെടേണ്ട. ലാ ദാഇയ ലിൽ യഅസി, നിരാശപ്പെടേണ്ട കാര്യമില്ല. വൽതസിം അലൽ ജിദ്ദി, കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഹത്ത തുഹഖിക ഹദഫക, നിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് വരെ. ഹത്ത തുഹഖിക, നീ സാക്ഷാത്കരിക്കുന്നത് വരെ. ഹദഫക, നിന്റെ ലക്ഷ്യം. വബഅദൽ മുഹാവലത്തിൽ മുസ്തമിറത്തി, അങ്ങനെ സ്ഥിരമായ പരിശ്രമത്തിന് ശേഷം, ഇസ്തത്വഅത് ബർഷിമിന് സാധിച്ചു, ഇആദത സ്വദീഖിഹി, തൻ്റെ കൂട്ടുകാരനെ മടക്കിക്കൊണ്ടുവരാൻ. ഇആദത്ത്, മടക്കിക്കൊണ്ടുവരൽ. ഇലൽ ഹയാത്തി റിയാദിയ, സ്പോർട്സ് ജീവിതത്തിലേക്ക്. അങ്ങനെ ബർഷിം വന്ന് ഇദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ സ്പോർട്സ് ഒഴിവാക്കുമായിരുന്നു, അല്ലെങ്കിൽ സ്പോർട്സിൽ പിന്നീട് തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല.
നതഖയ്യലു വനുഇദ്ദുൽ ഹിവാർ അല്ലദി ജറാ ബൈന തമ്പേരി വസദീഖിഹി ദാഖിലൽ ഉർഫത്തി. തമ്പേരിയും തൻ്റെ സുഹൃത്തും തമ്മിൽ റൂമിനുള്ളിൽ വെച്ച് നടന്ന സംഭാഷണം നമുക്ക് ഭാവനയിൽ കണ്ട് എഴുതാം. പിന്നെ ബഅദ ഇദ്ദത്തി അശ്ഹുരിൻ, മാസങ്ങൾക്ക് ശേഷം, തഅറദ ബർഷിം ലിൽ ഇസ്വാബത്തി, ബർഷിമിന് പരിക്ക് പറ്റി. മിസ്ലമ ഉസീബ സ്വദീഖുഹു മിൻ ഖബ്ലു, മുമ്പ് തൻ്റെ കൂട്ടുകാരനായ തമ്പേരിക്ക് പറ്റിയ അതേ പരിക്ക് ആർക്കും പറ്റി? ബർഷിമിനും പറ്റി. മിസ്ലമ അതേപോലുള്ളത്. ഫജാ തമ്പേരി, അപ്പോൾ തമ്പേരി വന്നു. മുവാസിയൻ ലഹു, അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട്. വസാഅദഹു അല തമസ്സുകി ബിൽ ഹിമ്മത്തി, ഹിമ്മത്ത് മനക്കരുത്ത് മുറുകെ പിടിക്കാൻ അദ്ദേഹത്തെ അവൻ സഹായിച്ചു. അമാമ തഹദ്ദിയാത്ത്, വെല്ലുവിളികൾക്ക് മുമ്പിൽ എന്ന് വെച്ചാൽ ഇദ്ദേഹവും എന്ത് ചെയ്തു? തിരിച്ചും പോയി അല്ലേ. സാഫറ സ്വദീഖാനി ഇലാ ടോക്കിയോ, അങ്ങനെ രണ്ടുപേരുടെയും പരിക്കുകളൊക്കെ ഭേദമായി. പിന്നീട് അവരെന്ത് ചെയ്തു? സാഫറ, രണ്ടുപേരും പോയി. ഇലാ ടോക്കിയോ, എങ്ങോട്ടേക്ക് പോയി? ടോക്കിയോയിലേക്ക്. എവിടെ ടോക്കിയോ? ജപ്പാനിൽ അല്ലേ. ജപ്പാനിലെ ടോക്കിയോയിലേക്ക് എന്തിനാണ് പോയത്? ലിൽ മുഷാറക്കത്തി, പങ്കെടുക്കാൻ. ഫി മുസാബക്കത്തിൽ വഫ് ബിൽ ആലി, ഹൈ ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. ലിൽ ഒളിമ്പ്യാഡ് അൽഫൈൻ വൈശ്വര്യനി മിലാദിയ, 2020 ഒളിമ്പിക്സിലെ ഹൈ ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് രണ്ടുപേരും ടോക്കിയോയിലേക്ക് പോകുന്നത്. അൽ അഹ്ലാമി വല്ലമാനി, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട്. മസാ അയ്യോമിൽ അവലി, ആദ്യ ദിനത്തിന്റെ വൈകുന്നേരം. മിൻ ഓഗസ്റ്റ് മാസത്തിലെ. ആമ അൽഫൈൻ വാഹിദ് വൈശ്വരീന, 2021 ഓഗസ്റ്റ് ആദ്യ ദിവസം. അന്നാണ് ഓഗസ്റ്റ് 1. അന്നാണ് ഇവരുടെ മത്സരം നടക്കുന്നത്, ഹൈ ജമ്പ് മത്സരം. 2020 ഒളിമ്പിക്സ് ആണ്, പക്ഷെ കോവിഡ് കാരണം ആ ഒളിമ്പിക്സ് 2021 നീട്ടിവെച്ചതാണ്. അങ്ങനെ തജ്രി അൽ മുസാബഖത്തു നിഹായിയത്തു ലിൽ വഫ് ബിൽ ആലി, ഹൈ ജമ്പിന്റെ ഫൈനൽ മത്സരം നടക്കുകയാണ്. തജ്രി, നടക്കുന്നു. അൽ മുസാബഖത്തു നിഹായിയത്തു, ഫൈനൽ മത്സരം. മുസാബഖത്ത് മത്സരം, നിഹായിയത്തു ഫൈനൽ. എന്തിനുള്ള? ലിൽ വഫ് ബിൽ ആലി, ഹൈ ജമ്പിന്റെ ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഫൈനലിലെത്തി. സജ്ജല സ്വദീഖാനി, രണ്ട് കൂട്ടുകാരും രേഖപ്പെടുത്തി. ഇസ്നൈനി ഫാസില സലാസ വസബ, 2.37 മീറ്റർ. 2.37 മീറ്റർ ഉയരം രണ്ടുപേരും രേഖപ്പെടുത്തി. ഫിൽ മുഹാവലത്തിലൂല, ഒന്നാമത്തെ ശ്രമത്തിൽ. വലാക്കിൻ ഫഷില, പക്ഷെ അവർ പരാജയപ്പെട്ടു. തജാവുസ, കടക്കാൻ. എന്ത് കടക്കാൻ? 2.39 മീറ്റർ. 2.39 മീറ്റർ മറികടക്കാൻ, അത് ചാടാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടെ അവർ പരാജയപ്പെട്ടു. മീൻസ് 2.37, 2 മീറ്റർ 37 സെന്റിമീറ്ററും 237 സെന്റിമീറ്റർ അവർ ചാടി. ഇനി അടുത്ത ഘട്ടം 2 സെന്റിമീറ്റർ കൂടുതലാണ്. 2.39 അല്ലേ, 239 സെന്റിമീറ്റർ ആണ്. അത് ചാടാൻ അവർക്ക് കഴിയുന്നില്ല. ഹത്ത ഫിൽ ഫുർസത്തിൽ അഖീറ, അവസാന ഘട്ടം വരെ, അവസാന ചാൻസ് വരെ, 3 ചാൻസ് കൊടുക്കും, എന്നിട്ടും അത് ചാടാൻ കഴിഞ്ഞില്ല. ഇൻതഖലത്തിൽ മുസാബഖത്തു ഇലൽ ജൗലത്തിൽ ഫാസില, പിന്നീട് അൽ ജൗലത്തുൽ ഫാസിലത്തിലേക്ക് നീങ്ങി മത്സരം. അൽ ജൗലത്തുൽ ഫാസില മീൻസ് ജമ്പ് ഓഫ് അല്ലെങ്കിൽ പ്ലേ ഓഫ്. അതാണ് അൽ ജൗലത്തുൽ ഫാസില എന്ന് പറയുന്നത്. അതായത് ഇനി 239 സെന്റിമീറ്റർ ആണ് അവർക്ക് ചാടേണ്ടത്. അത് 3 തവണ ചാടിയിട്ടും രണ്ടുപേർക്കും സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ലെവൽ താഴ്ത്തിയിട്ട് 237 സെന്റിമീറ്ററിൽ വെക്കുകയും അതിൽ തന്നെ വീണ്ടും ചാടുകയും ചെയ്യും. അങ്ങനെ ധാരാളം തവണ അതിൽ ചാടും. ആരാണോ ചാടാതിരിക്കുന്നത്, ഒരു തവണയെങ്കിലും പരാജയപ്പെടുന്നത്, അവര് 2ാം സ്ഥാനത്താകും. അതാണ് പ്ലേ ഓഫ്. അങ്ങനെ അവര് അതിന് നീങ്ങി. മത്സരം ഇനി അതാണ്. അപ്പോൾ ഹബ്ബത്ത് അവാസിഫുൽ അഫ്കാരി, ചിന്തകളുടെ കൊടുങ്കാറ്റ് അടിച്ചു. ഹബ്ബ, അടിച്ചു, വീശി. ഫിയ കൽബി സ്വദീഖിനി, 2 കൂട്ടുകാരുടെ മനസ്സിലും. ബഅദ ലഹളത്തിൻ, അല്പസമയത്തിന് ശേഷം. സഅല ബർഷിം അൽ ഹക്കമ, ബർഷിം റഫറിയോട് ചോദിച്ചു. അൽ ഹക്കമ, റഫറി. ഹൽ യുംകിനു അൻ യഫൂസ കിലാന ബിദഹബി, ഞങ്ങൾ 2 പേർക്കും സ്വർണ്ണ മെഡൽ നേടാൻ സാധിക്കുമോ? ഇപ്പോൾ 2 പേരുമാണ് ഫൈനലിൽ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ സ്വർണ്ണ മെഡൽ കിട്ടുമോ എന്ന് ചോദിച്ചു. തഅജ്ജബ അൽ ഹക്കമു ബിഹാദ സുആലി, ഹക്കം റഫറി ഈ ചോദ്യം കേട്ട് അത്ഭുതപ്പെട്ടു. വസക്കത കലീലൻ, അല്പസമയം മിണ്ടാതിരുന്നു. സുമ്മക്കാല, പിന്നെ അദ്ദേഹം പറഞ്ഞു. നാം, അതെ. ഹസബ മുവാഫക്കത്തിക്കുമ, നിങ്ങൾക്ക് 2 പേർക്കും സമ്മതമാണെങ്കിൽ എന്ന് പറഞ്ഞു.
ഇംതല കൽബുഹുമാ ബിൽ ഫറഹി, അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ബക്ക തമ്പേരി, തമ്പേരിയോട് കരഞ്ഞുപോയി. വഖഫസ ഇലാ സ്വദ്രി സ്വദീഖിഹി ബർഷിം, തൻ്റെ കൂട്ടുകാരനായ ബർഷിമിന്റെ നെഞ്ചത്തേക്ക് അയാൾ ചാടിക്കയറി. വതാനക്ക, അവർ കെട്ടിപ്പിടിച്ചു. സാലത്തി ദുമോമിൻ ഐനേഹിം, അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. ഹാദൽ മൻദറു, ഈ ഒരു കാഴ്ച അദ്റഫ ഉയൂനൽ മുശാഹിദീന ഫി അൻഹാഇൽ ആലം, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള കാഴ്ചക്കാരുടെയും കണ്ണുകൾ നിറച്ചു. അതായത് അന്ന് ബർഷിമിനായിരുന്നു മുൻതൂക്കം. ഈ ചാട്ടത്തിൽ വിജയിക്കാൻ സാധ്യത ബർഷിമായിരുന്നു എന്നായിരുന്നു സ്പോർട്സ് വിദഗ്ധരുടെ അഭിപ്രായം. ബർഷിം ഇതിനു മുമ്പ് 243 സെന്റിമീറ്റർ ഹൈറ്റിൽ ചാടിയ ലോകത്തെ ഏറ്റവും മികച്ച ചാട്ടങ്ങളിൽ 2ാമത്തെ ചാട്ടം ചാടിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതിയിലും മറ്റും അവനായിരുന്നു മുൻതൂക്കം. പക്ഷെ എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ കൂട്ടുകാരന് കൂടെ, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ മെഡൽ തരുമോ എന്ന് ചോദിച്ചു. അവനങ്ങനെ, അതുകൊണ്ടാണ് തമ്പേരി എന്ത് ചെയ്തത്? സന്തോഷത്തോടെ അവൻ്റെ മേലേക്ക് ചാടിക്കയറി അവനെ കെട്ടിപ്പിടിച്ചത്. അങ്ങനെ ഏതായാലും 2 പേരും മികച്ച മത്സരാർത്ഥികളാണ്. 2 പേർക്കും അർഹതപ്പെട്ട മെഡൽ തന്നെയാണ്. അത് 2 പേരും നേടുകയും ചെയ്തു. അങ്ങനെ 2 ആൾക്കും സ്വർണ്ണ മെഡൽ ലഭിച്ചു. നക്രവൽ ഹിക്കായത്തവൻ ഉജീബ്, കഥ വായിച്ച് നമുക്ക് ഉത്തരം എഴുതാം. ഐന ഒക്കൈമത്തിൽ ഒളിമ്പിയാഡുൽ അഖൈറത്തു, അവസാനത്തെ ഒളിമ്പിക്സ് എവിടെ വെച്ചാണ് നടന്നത്? വമത, എപ്പോൾ? ലാസ്റ്റ് ഒളിമ്പിക്സ് നടന്നത് ഉക്കൈമത്തുൽ ഒളിമ്പിയാഡുൽ അഖൈറത്തു ഫി പാരീസ്, ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ് നടന്നത്. സനത്ത അൽഫൈം വ അർബൈദ് വ ഇശ്രീന മിലാദിയ, 2024. ഐന ഒക്കൈമത്തുൽ ഒളിമ്പിയാഡു 2020, 2020 ഒളിമ്പിയാഡ് എവിടെയാണ് നടന്നത്? ഒക്കൈമത്തുൽ ഒളിമ്പിയാഡു അൽഫൈം വ ഇശ്രീന മിലാദിയ ഫി ടോക്കിയോ യാബാൻ, ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചാണ്. മൻ സാറ തമ്പേരി എന്തമാക്കാന ഹസീനൻ, തമ്പേരി ദുഃഖിതനായിരുന്നപ്പോൾ അദ്ദേഹത്തെ ആരാണ് സന്ദർശിച്ചത്? സാറ ബർഷിം തമ്പേരി എന്തമാക്കാന ഹസീനൻ. ബിമ്മ തഷ്ഉറു എന്തമായി സായുദുക സ്വദീഖുക, നിന്നെ നിന്റെ കൂട്ടുകാരൻ സഹായിക്കുമ്പോൾ നിനക്ക് എന്തു തോന്നും? അഷ്ഉറു ബിൽ ഫറഹി, എനിക്ക് സന്തോഷം തോന്നും. എന്തമായി സായുദുനി സദീഖി, എൻ്റെ കൂട്ടുകാരൻ എന്നെ സഹായിക്കുമ്പോൾ. ഹൽ തഅതഖിദു, നീ വിശ്വസിക്കുന്നുണ്ടോ? അന്ന ബർഷിം കാന സ്വദീഖൻ മുഖ്ലിസൻ ലി തമ്പേരി, ബർഷിം തമ്പേരിയുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിരുന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നാം, ഉണ്ട്. ഇല ഐന ദഹബ സ്വദീഖാൻ ലിൽ മുശാറകത്തി ഫിൽ മുസാബഖ, മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ കൂട്ടുകാരൻ എങ്ങോട്ടേക്കാണ് പോയത്? ദഹബ സ്വദീഖാൻ ലിൽ മുശാറകത്തി ഫിൽ മുസാബഖത്തി ഇല ടോക്കിയോ അല്ലെ. മാദാ ഹദസ ഫിൽ മുസാബഖത്തി നിഹായിയത്തി, ഈ ഫൈനൽ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത്? തഖാസമ അൽ മെഡലിയത്ത് ദഹബിയത്ത ഫിൽ മുസാബഖത്തി നിഹായിയത്തി, ഫൈനൽ മത്സരത്തിൽ അവർ സ്വർണ്ണ മെഡൽ പങ്കുവെച്ചു. മാ റിസാലത്തു ഹാദിഹിൽ ഹിക്കായ, ഈ കഥയുടെ സന്ദേശം എന്താണ്? അസ്സദാഖത്തു ഹിയ അഅ്ലമു, അല്ലെങ്കിൽ അക്ബറു മിൻ ഐ ഷൈഇൻ, ഏതൊരു കാര്യത്തെക്കാളും വലുതേതാണ്? സ്വദാഖത്താണ്, സൗഹാർദ്ദമാണ്. ഓക്കെ, ഇവിടെ പല തരത്തിലുള്ള ആളുകൾ ഒരേ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. മുത്തനവ്വിഉൽ അജ്നാസ്, പല വിഭാഗം ആളുകൾ. വ മുഖ്തലിഫുൽ അൽവാനി, പല നിറത്തിലുള്ള ആളുകൾ. ഫി സഈദിൻ വാഹിദിൻ, ഒരേ സ്ഥലത്ത്. സ്പോർട്സിലാണ് ഏറ്റവും കൂടുതൽ പല വിഭാഗക്കാർ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ കഴിയുക. നഅദു തഅലീഖൻ മുനാസിബൻ ലിഹാദിഹി സൂറത്ത്, ഈ ചിത്രത്തിന് അനുയോജ്യമായ ഒരു കമന്റ്, ഒരു അടിക്കുറിപ്പ് തയ്യാറാക്കുക. ഇതാണ് ഖത്തറിയായ ബർഷിം, ഇദ്ദേഹമാണ് തമ്പേരി, ഇറ്റലിക്കാരനെ തമ്പേരി. 2 പേരും സ്വർണ്ണ മെഡൽ കൊണ്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പം ഇങ്ങനെ എഴുതാം. മഅൽ മെഡലിയത്തിൽ ഉഖുവത്തി, സഹോദര്യത്തിന്റെ മെഡലുമായി. ഫഷില സ്വദീഖുക, നിന്റെ കൂട്ടുകാരൻ പരാജയപ്പെട്ടു. ഫിൽ മുസാബഖത്തി റിയാദിയത്തി, സ്പോർട്സ് മത്സരത്തിൽ. ഫി മദർസിക, നിന്റെ സ്കൂളിലെ. കൈഫത്തും ഇനുഹു, നീ എങ്ങനെ അവനെ ആശ്വസിപ്പിക്കും? അദ്ഹബു ഇലൈഹി വ അഖൂലു ലഹു ലാ തഹസൻ ലാ തൈഅസ്, ഞാൻ അവൻ്റെ അടുക്കൽ പോയിട്ട് ഞാൻ അവനോട് പറയും, ലാ തൈഅസ്, നിരാശപ്പെടേണ്ട. സതൻജഹു ഫിൽ മുസാബഖത്തിൽ ഖാദിമ, അടുത്ത മത്സരത്തിൽ നീ വിജയിക്കും എന്ന് പറയാം അല്ലേ. നാല സ്വദീഖുക്കൽ വിസാമ ദഹബിയ,
നിന്റെ കൂട്ടുകാരൻ സ്വർണ്ണ മെഡൽ നേടി ഫിൽ മുസാബഖത്തി റിയാദിയത്തി സ്പോർട്സ് മത്സരത്തിൽ അല മുസ്തവൽ മുഖാത്തത്തി ജില്ലാ ലെവലിൽ കൈഫ തുഹന്നി നീ എങ്ങനെ അവനെ അഭിനന്ദിക്കും? അഖൂലു ലഹു മുബാറക് യാ സ്വദീഖി അല ഇൻജാസിക്ക, മുബാറക്കുൻ അല ഇൻജാസിക്ക, നിന്റെ ഈ നേട്ടത്തിൽ അഭിനന്ദനങ്ങൾ. വാ അൻത ഫഖ്റുന, നീ ഞങ്ങളുടെ അഭിമാനമാണ് എന്നെഴുതാം. നഖറുൽ ഹദീസ് അത്താലിയ, താഴെയുള്ള ഹദീസ് വായിക്കാം. വനുനാഖിഷു ഹൗലൽ ഉഖുവത്തിൽ വൽ ഇൻസാനിയത്തി, മനുഷ്യത്വത്തിന്റെയും സഹോദര്യത്തിന്റെയും കാര്യത്തിൽ നമുക്കൊരു ചർച്ച സംഘടിപ്പിക്കാം. വനുഇദ് മുദക്കറത്തൻ, എന്നിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാം. എന്താണ് ഹദീസ്? അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദുൻ, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്. വൈന്ന അബാക്കുൻ വാഹിദ്, അബാക്കും വാഹിദുൻ, നിങ്ങളുടെ പിതാവ് ഒന്നാണ്, ആദം നബിയാണ്. അലാ, നിങ്ങൾ അറിയുക, ലാ ഫളല ലി അറബിയീൻ അല അജമീൻ, ഒരു അറബിക്ക് ഒരു അനറബിയേക്കാൾ മഹത്വമില്ല. അജമീൻ മീൻസ് അനറബി. വലാലി അജമീൻ, ഒരു അനറബിക്കും ഇല്ല അല അറബീൻ, അറബിയേക്കാൾ മഹത്വമില്ല. വലാലി അഹ്മറ അല അസ്വദ്, ഒരു ചുവന്നവന് കറുത്തവനേക്കാൾ മഹത്വമില്ല. മീൻസ് പല നിറത്തിലുള്ള ആളുകളുണ്ട് അല്ലേ, ഒരു നിറത്തിലുള്ള ആളുകൾക്ക് മറ്റൊരു നിറത്തിലുള്ളവരെക്കാൾ മഹത്വമില്ല. വലാലി അസ്വദ അല അഹ്മർ, കറുത്തവന് ചുവന്നവനേക്കാൾ വെളുത്തവനേക്കാളും ഇതില്ല, മഹത്വമില്ല. ഇല്ലാ ബി തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഏറ്റവും ആദരണീയനായ വ്യക്തി, അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്, ഏറ്റവും സൂക്ഷ്മതയുള്ളവനാണ്. അലാ ഹൽ ബല്ലഗത്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ, ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ എന്ന് പ്രവാചകൻ ആരോട് ചോദിച്ചു? മുമ്പിൽ നിൽക്കുന്ന സഹാബികളോട് ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു, ബല, അതെ യാ റസൂലുള്ളാഹ്, താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു, താങ്കൾ ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞു തന്നു. ഖാല, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫൽ യുബല്ലിഗ് അശ്ശാഹിദു അൽ ഗായിബ, എന്നാൽ ഇവിടെ കൂടി നിൽക്കുന്ന എന്നെ ഈ കേട്ടവരായ നിങ്ങൾ എന്ത് ചെയ്യുക? അൽ ഗായിബ, ഇവിടെ ഇല്ലാത്തവർക്ക് ഈ കാര്യം എത്തിച്ചു കൊടുക്കുക, മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഇസ്ലാമിന്റെ മഹത്വം, ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണത്. ആർക്കും ആരെക്കാളും സ്ഥാനമില്ല, എന്തിന്റെ വിഷയത്തിലല്ലാതെ? തഖ്വ കൊണ്ടല്ലാതെ. അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്ക് സ്ഥാനം, ഒരാൾക്ക് മഹത്വം, ആദരവ് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? സൂക്ഷ്മത വേണം. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെയും സൂക്ഷിച്ച് ജീവിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം, അല്ലാതെ നിറമോ നാടോ കുലമോ ഒന്നും നോക്കിയിട്ടല്ല. ഓക്കെ.